ഡോക്ടറെ, എന്നോടെങ്കിലും സത്യം പറയേ. അതേ ഇപ്പൊ എവിടെയുള്ളത്? എന്തെങ്കിലും അപകടം സംഭവിച്ചോ? രാജുട്ടാ, ശരിക്കും എന്താ സംഭവിച്ച? രാജുട്ടനെങ്കിലും സത്യം ഒന്ന് പറയേ. അത് ലച്ചു. എന്താ രാജുട്ടാ, കാര്യം പറ. അത് അയ്യോ, അങ്ങനെയാണ് പോലീസ് പറഞ്ഞ? ഈശ്വര, ഞാനിനി ചേച്ചിയോട് എന്താ പറയാ? ഞാൻ എങ്ങനെ ചേച്ചിയെ ആശ്വസിപ്പിക്കാം? എനിക്ക് അറിഞ്ഞൂടെ ഭഗവാനെ. ചേച്ചി എല്ലാം കേട്ടെന്ന് തോന്നുന്നു. ഈശ്വര, ഇതെന്ത് പരീക്ഷണം? ചേച്ചി ഞാൻ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കാം? ലച്ചു എന്തായാലും സ്വാതിയുടെ അടുത്തേക്ക് ചെല്ല്. ഡോക്ടർ, അത് ഞാൻ ചേച്ചിയോട് എന്ത് പറയാൻ? ലച്ചു ആലോചിച്ച് നിന്നാ പറ്റില്ല. സ്വാതിയുടെ സ്വഭാവം ശരിക്കും ലച്ചുവിന് അറിയാലോ. ചെന്ന് എങ്ങനെയെങ്കിലും അവളെ ആശ്വസിപ്പിക്കുക. കുറച്ചു മുൻപേ സ്വാതി റൂമിലേക്ക് പോയതാ. നമ്മൾ പറഞ്ഞത് കേട്ട് സ്വാതിക്കെന്തോ സംശയം തോന്നിയിട്ടുണ്ട്. അതാ മാറി നിന്ന്. സ്വാതി ഇനി വലിയ പ്രശ്നമാവും. അതാ എനിക്ക് പേടി. സ്വാതി പ്രഗ്നന്റാ. ഇപ്പോഴാ കൂടുതൽ ശ്രദ്ധ വേണ്ടത്. പാവം, ഇത് വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ഈശ്വരൻ, ഇതിന് മാത്രം ഞാൻ എന്ത് പാപം ചെയ്ത്? എന്റെ വയറ്റിലൊരു കുരുന്ന ജീവൻ. ആ സന്തോഷത്തിനിടയിലാണല്ലോ എന്റെ സഞ്ജു. ഞാനിതെങ്ങനെ സഹിക്കും? ചേച്ചി, ചേച്ചി കരയാതെ ചേച്ചി. ലച്ചു, സത്യം പറ, എന്റെ സഞ്ജുന് എന്താ പറ്റിയ? പറ ലച്ചു. അയ്യോ ചേച്ചി കരയാതെ. ചേച്ചിയുടെ സഞ്ജു തിരിച്ചു വരും. ജനിക്കാൻ പോകുന്ന സ്വന്തം കുഞ്ഞിനെ തനിച്ചാക്കി എങ്ങും പോവാനാവില്ല. ഇതെന്ത് പരീക്ഷണ ഭഗവാനെ. ചേച്ചി കരയല്ല. ഇങ്ങനെ സങ്കടപ്പെട്ട ഉള്ളിലുള്ള കുഞ്ഞിനാ ദോഷം. എന്നാലും അമ്മു, ഞാനിതെങ്ങനെ സഹിക്കാനാ? ചേച്ചി കരയല്ലേ, ചേച്ചി കരയല്ലേ. ഉള്ളിലുള്ള കുഞ്ഞിനെ ഓർത്തെങ്കിലും കരയാതിരിക്കെ.
ചേച്ചി ഒന്ന് ആലോചിച്ചു നോക്കി. ചേച്ചിയും വയറ്റിലുള്ള കുഞ്ഞിനെയും വിട്ടുകൊണ്ട് അദ്ദേഹം എങ്ങോട്ടും പോവില്ല. ഞാനല്ലേ പറയുന്നേ. എനിക്കിനി നിന്നോടൊന്നും പറയാനില്ല. നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. സഞ്ജന ഇപ്പോ ഇങ്ങോട്ട് വരുന്നില്ലെന്ന്. അവൾ അവിടെ നിന്നോട്ടെ, അല്ലാതെ ഞാനെന്ത് പറയാനാ? ഞാനൊരു കാര്യം ചോദിച്ചാ മാഡം സത്യം പറയണം. എന്താ നിനക്കറിയാനുള്ളത്? ചോദിക്കേ. നിന്നെ മറച്ചു വെച്ച് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. മോൾക്ക് സഞ്ജുവിനെ നേടിക്കൊടുക്കാമെന്ന് പുറമേ പറഞ്ഞിട്ട് മാഡം മറ്റൊന്ന് പ്ലാൻ ചെയ്യുന്നു. മാഡം അത് നടപ്പിൽ വരുത്തിയിരുന്നെങ്കിൽ അവളിങ്ങനെ മാറി നിൽക്കുമായിരുന്നു. മോളെ പ്രസവിച്ച പരിഗണനയൊന്നും ഇങ്ങനൊരു കാര്യത്തിൽ മാഡത്തെ ബാധിച്ചിട്ടില്ല. മോൾ എന്നോട് പറഞ്ഞത് അവളെ വിട്ടിയാക്കി മമ്മി സ്വന്തം സുഖമാണ് നോക്കുന്നതെങ്കിൽ മമ്മിയോട് അവള് ഗുഡ് ബൈ പറയുന്ന. ദേ, അവളുടെ ഭാഗം ചേർന്ന് സത്യം മറച്ചു വെച്ച് മല്ലിക എന്നെ കുറ്റപ്പെടുത്തരുത്. പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും പറയുന്ന ശീലമേ എനിക്കുള്ളൂ. അതിന് ഞാൻ ആരെയും ഭയപ്പെടാറുമില്ല. സഞ്ജുവിനെ മാഡം എന്ത് ചെയ്തു? കൊന്നോ?